ഒരു കൊച്ച് ചോദിക്കുന്നു എന്ന് വിചാരിക്കുക, ഈ വേദപുസ്തകമൊക്കെ JEDP ഇങ്ങനത്തെ പാരമ്പര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെങ്ങനെയാണ് ദൈവവചനമാവുക? ചോദ്യം വാലിഡാണ്, പ്രാധാന്യമുള്ളതാണ്. വേദപുസ്തകത്തിൻ്റെ അസ്തിത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. പലരും പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ JEDP പിന്നെ KL ഇങ്ങനെ കുറേ പാരമ്പര്യങ്ങളൊക്കെ ചേർന്നതാണ് എന്ന്. അങ്ങനെ പാരമ്പര്യങ്ങളാണ് ഈ വേദപുസ്തകമെങ്കിൽ, പാരമ്പര്യത്തിൻ്റെ ഒരു ശേഖരമാണ് വേദപുസ്തകമെങ്കിൽ, അതെങ്ങനെ ദൈവവചനമാകുമെന്നൊരു കുഞ്ഞ് ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടത് അത്യാവശ്യമല്ലേ? ഈ പ്രശ്നം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്താണ് പാരമ്പര്യം? എങ്ങനെയാണ് വേദപുസ്തകം രൂപീകരിക്കപ്പെട്ടത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദിമ നൂറ്റാണ്ടുകളിൽ പണ്ട് തന്നെ ആദിമകാലങ്ങൾ മുതൽ ദൈവ അനുഭവമുള്ള മനുഷ്യർ ലോകത്തുണ്ടായിരുന്നു. ആദ്യത്തെ ഒരാളാണല്ലോ ഹാനോക്ക്, ഒരാളാണല്ലോ നോഹ, അബ്രഹാം ഉണ്ടല്ലോ, ഇസഹാക്ക് ഉണ്ടല്ലോ, യാക്കോബ് ഉണ്ടല്ലോ, ഇങ്ങനെ അനേകര് ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ദൈവ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ അവർ എന്ത് ചെയ്യും? അവർ ഒരു കാരണവശാലും അത് അവഗണിച്ച് കളയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചും ഏറ്റവും വലിയത് എന്ന് പറയുന്നത് ദൈവാനുഭവമാണ്. അതാണ് ദൈവവചനം. ആ ദൈവവചനം അവർ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, അടുത്തുള്ള വീട്ടുകാർക്കും അടുത്തുള്ള ബന്ധക്കാർക്കും കുടുംബക്കാർക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ വാമൊഴിയായിട്ട് ആ സമൂഹത്തിൽ അതവര് സൂക്ഷിച്ചു. വാമൊഴിയായിട്ട്. അന്ന് ഇന്നത്തെ പോലെ ഒത്തിരി യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. ഒത്തിരി ദൂരസ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നില്ല, കൂടെ യാത്ര ചെയ്യുന്നില്ല. ഒരു ദേശത്ത് താമസിക്കുന്ന മനുഷ്യരുടെ ബന്ധങ്ങൾ അവരുടെ ഇടയിൽ തന്നെയാണ്. അത് ചിലപ്പോൾ 10, 15, 20, 25 അത്ര കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുറച്ച് മനുഷ്യരാണത്. അതിനപ്പുറത്തേക്ക് യാത്രയൊക്കെ അത്ര എളുപ്പമൊന്നുമല്ല, വളരെ അപൂർവമാണ്. അങ്ങനെ ദൈവത്തെ യഹോവ എന്ന പേരിൽ ആരാധിച്ചിരുന്ന ഒരു സമൂഹം ഇസ്രായേലിലുണ്ടായിരുന്നു. നമ്മൾ യേശുക്രിസ്തുവിനെ യേശു എന്ന് വിളിക്കും, ഈശോ എന്ന് വിളിക്കും, ജീസസ് എന്ന് വിളിക്കും, കർത്താവ് എന്ന് വിളിക്കും. പക്ഷെ എല്ലാം ആളൊന്ന് തന്നെയാണ്. യഹോവ എന്ന് പറഞ്ഞാലും ഏലോഹീം എന്ന് പറഞ്ഞാലും ഒക്കെ ഒത്തിരി പേരുകൾ ദൈവത്തിനുണ്ടായിരുന്നു. അതിൽ ഏലോഹീം എന്ന് യാഹുവേ എന്ന് വിളിച്ച് ദൈവത്തെ ആരാധിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിൽ നൂറ്റാണ്ടുകളിലൂടെ ദൈവ അനുഭവം ശേഖരിക്കപ്പെട്ടു. ആ അനുഭവങ്ങൾ അവരുടെ ഇടയിൽ സംരക്ഷിക്കപ്പെട്ടു. പിന്നീട് 19-ാം നൂറ്റാണ്ടുകളിലും തുടർന്നും മറ്റും ഈ അനുഭവ ശേഖരത്തിന് അവർ ദൈവത്തെ യഹോവ എന്ന് വിളിച്ചത് കൊണ്ട് യാഹുവിസ്റ്റ് പാരമ്പര്യം എന്ന പേരിൽ വേദപണ്ഡിതന്മാർ വിളിച്ചു. അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ദൈവാനുഭവമാണ്. ആരുടെ ദൈവാനുഭവമാണ്? ആദ്യം മുതലുള്ള ദൈവ മനുഷ്യരുടെ അനുഭവത്തിൻ്റെ ശേഖരമാണത്. അത് എഴുതാനുള്ള ഭാഷയില്ല, എഴുതാനുള്ള ഉപകരണങ്ങളില്ല, സൗകര്യങ്ങളില്ല. അതുകൊണ്ട് വാമൊഴി പാരമ്പര്യം മാത്രമായിട്ടാണ് സംരക്ഷിക്കപ്പെട്ടത്. അവരുടെ ഇടയിൽ മാത്രമൊന്നുമല്ല ദൈവാനുഭവം ഉണ്ടായത്. ഏലോഹിസ്റ്റ് എന്ന് വിളിച്ച് ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരുടെ ഇടയിലും ദൈവാനുഭവം ഉണ്ടായി. അവർ ദൈവത്തെ ഏലോഹീം എന്ന് വിളിച്ചതുകൊണ്ട് അവരുടെ ഇടയിൽ സംരക്ഷിക്കപ്പെട്ട ദൈവാനുഭവത്തിന്റെ ശേഖരത്തിന് ഏലോഹിസ്റ്റ് പാരമ്പര്യം അല്ലെങ്കിൽ ഈ പാരമ്പര്യം എന്ന പേര് ലഭിച്ചു. ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതിനൊരു വാക്കേ അർത്ഥമുള്ളൂ. അത് വാമൊഴിയായിട്ട് ഓറലായിട്ട് പ്രചരിപ്പിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് പരശുരാമന്റെ പാരമ്പര്യം പോലെയോ മഹാവീരയുടെ പാരമ്പര്യം പോലെയുള്ള
കഥകളെന്നോ ഐതിഹ്യങ്ങളെന്നോ അതിനർത്ഥമൊന്നുമില്ലത്. വാമൊഴിയായിട്ട് സംരക്ഷിക്കപ്പെടുകയും വാമൊഴിയായിട്ട് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു മാത്രമേ അർത്ഥമുള്ളൂ. അങ്ങനെ ഏലോഹീം എന്ന് ദൈവത്തെ വിളിച്ച് ഇരുന്ന ആളുകളുടെ ആ പേരൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ഏലോഹീം ഏലോഹീം ലമ്മാ ശബക്താനിയും, ഈൽ ഈൽ എന്ന് വിളിക്കുന്നതുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വളർന്നു വന്ന വേറൊരു പാരമ്പര്യമാണ് പ്രീസ്ലി പാരമ്പര്യം, പുരോഹിത പാരമ്പര്യം. അത് യെരുശലേമിനോട് ബന്ധപ്പെട്ട്, യെരുശലേമിലെ ആരാധനയോട് ബന്ധപ്പെട്ട്, ശുദ്ധി അശുദ്ധി നിയമങ്ങളോട് ബന്ധപ്പെട്ട് പുരോഹിതന്മാരുടെ ഇടയിലും ദൈവാലയത്തോട് ചേർന്നുമൊക്കെ വളർന്ന് വികസിച്ച പാരമ്പര്യങ്ങളാണ്. ഇനി ഇതുകൂടാതെ വേറൊരു പാരമ്പര്യമുണ്ട്. ആ വേറെ പാരമ്പര്യങ്ങൾ എന്താണ്? അത് പ്രവാചകന്മാരുടെ സ്വാധീനത്തിൽ സാവകാശ നൂറ്റാണ്ടുകളിലൂടെ വളർന്നു വന്നതാണ്. ആ പാരമ്പര്യത്തിന് ആവർത്തന പാരമ്പര്യം എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ കേനേറ്റ് പാരമ്പര്യമുണ്ട്, ലൈറ്റി പാരമ്പര്യമുണ്ട്, വേറെ കുറേയുണ്ട്. ഇങ്ങനെ എഴുത്ത് രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ്, എഴുത്ത് സൗകര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ജനത്തിനുണ്ടാവുകയും ജനങ്ങളുടെ മധ്യത്തിൽ വാമൊഴി രൂപത്തിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്ത ദൈവ അനുഭവ ശേഖരത്തെയാണ്, അല്ലെങ്കിൽ ശേഖരങ്ങളെയാണ് നമ്മൾ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത്. ദ കളക്ഷൻ ഓഫ് ഗോഡ് എക്സ്പീരിയൻസസ്, അതാണ് പാരമ്പര്യം. അതാണ് JEDP എന്നൊക്കെ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത്. പിന്നീട് ലോകം വളർന്നു, റോഡുകളുണ്ടായി, യാത്രാ സൗകര്യങ്ങളുണ്ടായി, വ്യാപാരം വർദ്ധിച്ചു, ജനങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ കൂടി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പല സ്ഥലത്തും വികസിച്ചു വന്ന പാരമ്പര്യങ്ങൾ സാവകാശം അങ്ങ് കൂടിക്കലർന്നു. കാര്യം എല്ലാത്തിൻ്റെ ഉള്ളടക്കമൊക്കെ പലതും വളരെ സമാന സ്വഭാവമുള്ളതാണ്, ദൈവത്തോട് ബന്ധപ്പെട്ടതാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ സാവകാശം ഈ പാരമ്പര്യങ്ങളൊക്കെ കൂടിക്കലർന്നു. ആദ്യകാലത്ത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എഴുതപ്പെട്ടു. ശൂരന്മാരുടെ പുസ്തകമുണ്ട്, യുദ്ധവീരന്മാരുടെ പുസ്തകമുണ്ട്, ഇതൊക്കെ വേദപുസ്തകമുള്ള വാക്കുകളാണ്. അങ്ങനെ എഴുതിയ പുസ്തകങ്ങളൊക്കെ സാവകാശം പിന്നീട് നൂറ്റാണ്ടുകളിലൂടെ പരിശുദ്ധാത്മ നിറവുള്ള മനുഷ്യരെ ശേഖരിച്ച് ഒരുമിച്ച് കൊണ്ടുവന്ന് സുദീർഘമായ കാലമെടുത്ത വേദപുസ്തകത്തിൻ്റെ ഈ ആദിമ ഭാഗങ്ങൾ രൂപീകരിച്ചിട്ടു. അപ്പോൾ ആദ്യം വാമൊഴിയായിട്ടാണ്, പിന്നീട് ആ വാമൊഴികളൊക്കെ കൂടി ചേർന്നു, പിന്നീട് അതിൽ നിന്ന് ചെറിയ ചെറിയ പുസ്തകങ്ങളായിട്ട് ചില ഭാഗങ്ങൾ എഴുതപ്പെട്ടു, പിന്നീട് എല്ലാം ചേർന്ന് കാലങ്ങൾ കൊണ്ട് ഇത് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ വേദപുസ്തകം പാരമ്പര്യമായത് ആണ് എന്നതുകൊണ്ട് അത് മഹാബലിയുടെ കഥ പോലെയോ പരശുരാമൻ്റെ കഥ പോലെയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഐതിഹ്യ കഥ എന്ന് ധരിക്കരുത്. പാരമ്പര്യം എന്നുള്ളൊരു വാക്ക് മാത്രമാണ് അർത്ഥമാകുന്നത്. ഇത് വാമൊഴിയായിട്ട് ഓറലായിട്ട് രൂപീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെട്ടത് ശേഖരിക്കപ്പെട്ടത് എന്നുള്ളത് മാത്രമാണ്. വേദപുസ്തകം ദൈവവചനമാണ്, ദൈവത്താൽ നൽകപ്പെട്ടതാണ്. അതിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് ദൈവ അനുഭവവും ദൈവ അനുഭവത്തിൻ്റെ ശേഖരവുമാണ്. ഈ ചാനൽ നിങ്ങൾക്കറിയാം, ഗൗരവമായിട്ട് വേദപുസ്തകത്തെ കാണുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ചാനലാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് സൺഡേ സ്കൂൾ അധ്യാപകർക്കും വേദപുസ്തകം ഗൗരവമായി പഠിക്കുന്നവർക്കും പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കത് താല്പര്യമാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തുതി.